ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും മനുഷ്യൻ്റെ സൃഷ്ടിപ്പും വ്യക്തമായി എഴുതിയിരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് ജെനിസിസ്. പല സിദ്ധാന്തങ്ങളും പ്രപഞ്ച ഉത്ഭവത്തെക്കുറിച്ചുണ്ട്, മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചുണ്ട്. കർത്താവ് വ്യക്തമായി തൻ്റെ വചനത്തിലൂടെ നമ്മൾക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന വേദഭാഗമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സർവസൃഷ്ടിയും ഉത്ഭവിച്ചത് ദൈവത്തിൻ്റെ കരവിരുതിലൂടെയാണ്, ദൈവവചനത്തിലൂടെയാണ്. അല്ലാത്ത സിദ്ധാന്തങ്ങളൊക്കെ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ലോക സൃഷ്ടിപ്പും മനുഷ്യൻ്റെ സൃഷ്ടിപ്പും തമ്മിൽ പ്രതിപാദിക്കുന്ന ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി കർത്താവിൻ്റെ ഒരു പരമാധികാരം നമ്മളെ കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയുടെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലേ? ആ ശൂന്യതയിലും ദൈവത്തിൻ്റെ പരമാധികാരമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഉള്ള അവസ്ഥകൾ മനസ്സിലാക്കി നമ്മളെ വലിയ ദയയിലും വലിയ കൃപയിലും നമ്മളെ കർത്താവ് വഴി നടത്തും. എന്ത് മഹത്തരമാണ് ഈ ലോകം! പല രാജ്യങ്ങൾ ഒക്കെ സന്ദർശിക്കുമ്പോൾ ദൈവം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ ലോകം ചമച്ചവനാണ്. അതിൻ്റെ അധികാരങ്ങളൊക്കെ മനുഷ്യന് ദൈവം നൽകി. എന്നാൽ വാസ്തവത്തിൽ നാം പ്രപഞ്ചത്തെ നശിപ്പിക്കുകയല്ലേ ചെയ്തത്? ദൈവത്തിൻ്റെ ആ വലിയ സൃഷ്ടി, അതിനെ മനസ്സിലാക്കാതെ നാം പലപ്പോഴും പ്രവർത്തിച്ചു പോയ കുറവുകളൊക്കെ തമ്പുരാനെ ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തൻ്റെ സ്വന്തം സാദൃശ്യത്താൽ മനുഷ്യനെ നിർമ്മിച്ചു. എന്തൊരു വലിയ സൃഷ്ടിയും ആണ് ഉടയതമ്പുരാൻ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും മനസ്സിലാക്കാതെ പോയ കുറവുകളൊക്കെ കർത്താവെ അടിയങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിൽ നമ്മുടെ ശൂന്യതയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമീൻ.